വെട്ടുവന്നാ ഇടും ഇടല്ലേടാ ഇടും. ഞാൻ എന്താടാ പോടാ. ബൂം ഗൈസ്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ അതിനെ നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് എന്താ പറയുക പല മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ നേരിട്ടിട്ട് ഡെവലപ്പ് ചെയ്ത് നേടിയെടുത്തൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ചാനൽ. ഞാനിത് കുറച്ച് നാളത്തേക്ക് അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും. അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒന്നും നോക്കാതെ അങ്ങനെ ഇട്ടിരുന്നതിൻ്റെ പരിമിത ഫലമായിട്ട് എൻ്റെ ചാനൽ ഏതോ ഒരുത്തൻ ഹാക്ക് ചെയ്തുകൊണ്ട് അപ്പം അതിപ്പോൾ ചാനൽ തിരിച്ച് കിട്ടി. ഏകദേശം 22-23 ദിവസം എടുത്തിട്ട് ഗൂഗിൾ തന്നെ എനിക്കത് റിക്കവർ ചെയ്ത് തന്നു. പക്ഷേ അതിനുശേഷം ഞാൻ ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്യുന്നു. അതിനു മുമ്പ് തന്നെ ഈ റിയലൈസേഷൻ എന്ന സംഭവമുണ്ട്. നമ്മളൊരു കാര്യം നേടി. ഇപ്പം ഞാനിപ്പം കുറേ നാളായിട്ട് ഏകദേശം ഒരു വർഷമായിട്ട് തന്നെ നല്ല രീതിയിലൊന്നും വീഡിയോസ് ഇടുന്നില്ല. അത്രയും എഫക്റ്റീവായിട്ടുള്ള വീഡിയോസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ തോന്നിയാണ്, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഏകദേശം ഇപ്പോൾ ഏകദേശം 7ാമത്തെ വർഷമാണ് യൂട്യൂബിൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 കൊല്ലമാണ് അത്രയും കഷ്ടപ്പെടുക. ആദ്യത്തെ ഒരു കൊല്ലം നമുക്ക് ഒരു കൊല്ലം എടുത്ത് നോക്കാം. ഒരു കൊല്ലം നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചാനൽ ഞാനിങ്ങനെ ഈ ഒരു 42,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ലെവലിലോട്ടൊക്കെ ആയിട്ടുള്ളത്. അതിൽ തന്നെ ചെയ്ത ഒരു സീരീസ്, ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന സീരീസ് മാത്രമാണ് നമുക്ക് ലാക്സ് വ്യൂസിനെ പോലൊക്കെ പോയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു കോണ്ടന്റ് ക്രിയേഷൻ അല്ല ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ആഗ്രഹിച്ച ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് സാധനമാണ്, ഡിഫറെൻറ്റ് രീതിയിലുള്ളൊരു ബൈക്ക് റിലേറ്റഡ് തന്നെ, പക്ഷെ അതൊരു ഡിഫറെൻറ്റ് സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല ഞാൻ ഇത്രയും ഡിലേ ആയി. എനിക്കങ്ങനെ ഒരു ഇൻട്രസ്റ്റോടുകൂടി അത് അങ്ങനെ ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പം കുറേയധികം കാര്യങ്ങളായിട്ട് ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന് വേണം. ഞാൻ ആക്ച്വലി ഗൈസ് ഇപ്പോൾ നമ്മുടെ കോണ്ടന്റ് ക്രിയേഷൻ ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുന്ന ഒരു ആംഗിളിൽ, ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 2 മാസമായി ഞാൻ കോണ്ടന്റ് ക്രിയേഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ക്രിക്കറ്ററായിരുന്നു, ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററായിരുന്നു. സ്കൂൾ ലെവലിലൊക്കെ നാഷണൽസ് റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടുണ്ട് സ്കൂൾസിന് വേണ്ടിയിട്ട്, KVസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം അണ്ടർ 14, 16, 19 ആ സെലക്ഷൻസിലൊന്നും ഇറങ്ങിയിട്ടില്ല. അണ്ടർ 14 ഇറങ്ങി പ്രോബബിൾസ് കിട്ടി. അവിടെ അതിൻ്റെ മണ്ടയിലോട്ട് ഫസ്റ്റ് ഇയർ പോകാൻ പറ്റില്ല. പിന്നീട് സെലക്ഷൻ പ്രോസസ്സിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പം ഞാൻ ക്രിക്കറ്റ് പ്രാക്ടീസ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ കുറേയധികം അനുഭവങ്ങൾ കിട്ടി. നമ്മൾ എന്താ പറയുക, ജീവിതത്തിൽ ആ ഒരു ഹാപ്പിനെസ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ക്രിക്കറ്റിലോട്ട് തിരിച്ചിറങ്ങിയതിന് ശേഷം എനിക്ക് ഏറ്റവും മെൻ്റലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേനും എൻ്റെ ഞാൻ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച എൻ്റെ ആ സന്തോഷം, ആ ഒരു ജീവിക്കാനുള്ളൊരു എസെൻസ് ജീവിതത്തിലോട്ട് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റി. ഒരു സന്തോഷം, സമാധാനമൊക്കെ ജീവിതത്തിൽ വന്നു. അത് ശരിക്കും പറയാം, ഞാൻ കുറേ ബാഡ് ഹാബിറ്റ്സിലൂടെയും അല്ലെങ്കിൽ പല ചീത്തയായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെയൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞ ഒരു 6 കൊല്ലത്തിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ അൾട്ടിമേറ്റ്ലി പഠിക്കുന്ന ഒരു പാഠമുണ്ട്. നിങ്ങൾക്കും ജീവിതത്തിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് പറയാനുള്ള കേസ്, പഠിച്ചുകൊണ്ട് മാത്രം ഇരിക്കരുത്. അത് പഠിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പഠിച്ച കാര്യം ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ അഡാപ്റ്റ് ചെയ്യണം, അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാരും പല രീതിയിൽ മുതലെടുക്കും. ഓക്കെ, പിന്നെ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. ഇപ്പം എൻ്റെ ഒരു വ്ളോഗിങ് ആംഗിൾ ഇനി ഈ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. ഞാൻ ഇന്ന് ഒന്നും പ്ലാൻ ചെയ്യാതെ ജസ്റ്റ് ബ്ലാ 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 പറയുന്നതാണ്. വേർത്ത് എന്താ പറയുക, ടയേർഡായെങ്കിലും കഴിച്ചു. പക്ഷെ ആ ഒരു നമ്മൾ മനസ്സിനകത്ത് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഒന്നിനും ഒരു സബ്സ്റ്റൻസുകൾക്കോ ഒന്നിനും വാല്യൂ ചെയ്യാൻ പറ്റാത്തൊരു സംഭവം.
യാ ഗൈസ്, അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യണ ഇവിടെ ലോ കോളേജിൽ നിക്സിലാണ്. നമ്മുടെ കുറച്ച് പ്ലെയേഴ്സിൻ്റെ കൂടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അക്കാഡമിയിലൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ താൽക്കാലികമായിട്ട് അക്കാഡമി പ്രാക്ടീസ് നിർത്തിയിട്ട് ഇങ്ങനെയുള്ള പ്രാക്ടീസിൽ ഇൻവോൾവ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മുടെ ലോ കോളേജിനകത്തുള്ള മറ്റേ അവരുടെ എന്തോ ഒരു സെറ്റപ്പാണ്. കാർഡ്, ആർട്ടിഫിഷ്യൽ കാർഡാണ് ഈ സൈഡിൽ കാണുന്നത്. എല്ലാം പൊട്ടി പൊട്ടി പോവുകയാണല്ലോ. നമ്മുടെ വ്ളോഗിങ് സെറ്റപ്പൊക്കെ ഒന്ന് പൈസയൊക്കെ കിട്ടുമ്പോഴത്തേന് അപ്ഡേറ്റ് ചെയ്യാം. കണ്ടില്ലേ ഗൈസ്, നമ്മുടെ ലോ കോളേജിലെ പിള്ളേർ സെറ്റ് ചെയ്ത ആർട്ടിഫിഷ്യൽ കാർഡ്. മിയാവാക്കി ഫോറസ്റ്റ് ഇതിനകത്തോട്ടാണ്. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. നമ്മുടെ ബൈക്ക് ഇതോ അവിടെ ഇരിപ്പുണ്ട്. ബൈക്ക് കൊടുക്കുന്നത് ഗൈസ്, ബൈക്ക് സെയിൽ ചെയ്യുന്നവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. അത് ഞാൻ എന്താ പറയുക, കുറച്ചൊന്ന് ലാഗ് ആവും അത്. ഹായ് ഗൈസ്, അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു സംഭവം വാങ്ങിച്ചു ഗൈസ്, ORS. ഇതിന് മുമ്പ് ഒരു പ്ലെയർ ഇത് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്ത സാധനമായിരുന്നു. നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവുന്ന സമയത്ത് ഇത് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ സെറ്റാവുമെന്ന്. കുടിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നില്ല. ചെറിയൊരു ഓറഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. എനിക്കൊന്നും ഞാൻ ഒഴിച്ച ഒന്നിരി വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സ് ഇത് ഒരെണ്ണം കൂടി ഇടണം. ഞാൻ ഇറാനിൽ നിന്ന് ഓർഡർ ചെയ്തത് അൽഫാം മന്തി, വന്നത് സാദാ കുഴിമന്തി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ സ്വിഗ്ഗിയിൽ രജിസ്റ്റർ ചെയ്ത് റിപ്പോർട്ട് ചെയ്ത സമയത്ത് എനിക്കൊരു ഓഫറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓഫർ ശരിക്കും പറഞ്ഞാൽ ടാലി ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു അൽഫാം മന്തി തന്നെ കിട്ടണം. അപ്പോൾ ഞാൻ ഇങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞ് ഇത് ഇൻറ്റൻഷനലി ചെയ്താണ് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 211 രൂപയാണ് ആയത്. അത് തന്നെ ലാഭമാണ്. ഒരു മന്തിക്ക് 211 രൂപ ലാഭമാണ്. അപ്പോൾ 211 രൂപയ്ക്ക് അൽഫാം മന്തി കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു എനിക്ക് ആ ഓഫർ വന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഫുൾ റീഫണ്ട് ചെയ്ത് 211 രൂപയും റീഫണ്ട് ചെയ്ത് ഗൈസ്. നല്ല കാര്യം. ഇനി ആ 211 രൂപയ്ക്ക് അനിയത്തി അവൾക്ക് കുറച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അവൾക്ക് അയച്ചുകൂട്, അവൾക്കല്ലെങ്കിൽ വാങ്ങിച്ചുകൂടെന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ച് കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വെക്കൂലെന്നൊക്കെയാണ് പറഞ്ഞു, പക്ഷെ എന്നാലും വെച്ച്. അനിയത്തിയല്ലേ. ഏസ് ഒരു ക്വാർട്ടർ മന്തി ഫ്രീ ആയിട്ട് കിട്ടി കഴിച്ചതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ഞാൻ ഇങ്ങനെ മന്തിയും കഴിച്ചിട്ട് വെറുതെ ഇനി കയറി കിടക്കാൻ പോവുകയാണ്. സമയം ഏകദേശം 4 മണിയായി. കിടക്കല്ല ഗൈസ്, കുറച്ച് പണിയുണ്ട്, കുറച്ച് എഡിറ്റിംഗ് പരിപാടികളുണ്ട് ഗൈസ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ പോലും എനിക്കൊന്ന് അതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഓക്കെ ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. വലുതായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കുറവായിരിക്കും. അനിയത്തി വന്നു, ഇപ്പം കതവ് തുറന്നു വരും. ഇത് അമ്മയുടെ റൂമാണ്. മുത്തമ്മയ്ക്കാർ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. മന്തി ഇല്ലടി, മന്തി കുറച്ചുള്ളൂ. കളിക്കതേ കുറച്ചുള്ളൂ ഞാൻ കഴിച്ചത്. പറഞ്ഞോ കുറച്ച് വെക്കേ, നീ റെക്കോർഡ് ചെയ്യണം. മന്തി അവിടെ വെച്ചിട്ടുണ്ട്. തുപ്പൂര പീസുണ്ടോ? ഞാൻ ബിരിയാണി കഴിച്ച് എന്നാലും എനിക്ക് മന്തി കഴിക്കണം. എടാ നീ എന്നെ റെക്കോർഡ് ചെയ്യണില്ലേടാ? ഇടും ഇടല്ലേടാ? ഇടും. ഞാൻ എന്താടാ പോടാ. എന്തമ്മാ ഇതാണ് നമ്മളെ കുഞ്ഞൻ. അതോ ചാമ്പ്യൻ പപ്പിയാണ്. ചാമ്പ്യൻ പപ്പി ആയിരുന്നു, പക്ഷെ അവനെ നമ്മൾ ട്രെയിനിങ് ചെയ്തിട്ടുള്ള. മീനു
ഗൈസ് നല്ല ചായ ബ്ലോഗാണിത്. വാവ്. 35 years old. അമ്മ അമ്മേനെ ഫോട്ടോ Yeah, sorry. ഈ അമ്മയ്ക്ക് അവിടെ നിന്ന് കിട്ടിയത്. ആവശ്യമാണ് വിചാരിക്കുക. 2 countries കാണുന്നു ഗൈസ്. 2 countries. ബൂം. അപ്പോൾ ഈ ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് പറഞ്ഞു തരുന്ന കറക്റ്റ് മൊമെൻറ്റിൽ എൻ്റെ അനിയത്തി വന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കിയ വ്ളോഗ്. അപ്പം അവിടെ തന്നെ ഒരു 2 ബുക്ക് എനിക്ക് തന്നായിരുന്നു. അപ്പോൾ ആ ബുക്കിനകത്ത് എഴുതിയിരുന്നൊരു കോട്ട് എനിക്ക് സ്ട്രൈക്കിംഗ് ആയി. ഞാൻ കാണിച്ചു തരാം. ദ സീക്രട്ട് ഓഫ് യുവർ ഫ്യൂച്ചർ ഈസ് ഹിഡൻ ഇൻ യുവർ ഡെയിലി റൂട്ടീൻ. ഇപ്പോൾ സമയം ഏകദേശം 7:30 കഴിയും. അപ്പം ഇന്നിന് വേറെ പരിപാടി ഒന്നുമില്ല. താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല. അമ്മ ടി വി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അമ്മേനെ വിഷയം മറന്നുപോയി. അപ്പം ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് മദേഴ്സ് ഡേ ആണെന്ന് അറിഞ്ഞത്. എന്തായാലും എല്ലാവരുടെ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ പറയുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി എന്ന് തോന്നുന്നു. ബട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ അധികം നല്ല നല്ല കണ്ടന്റുകൾ ചെയ്യാൻ ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോയിലാണ് സ്റ്റേ സേഫ്, റൈറ്റ് സേഫ് ആൻഡ്